ഒരിടത്തല്ല, ഒരിടത്തും കണ്ടിട്ടില്ല, പുറത്തോട്ടിറക്കിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഒരു പാർട്ടിയുടെ മേയറായിട്ടിരുന്ന ഒരാള് തല കാണിക്കാതെ, മുഖം കാണിക്കാതെ ഒരു സ്ഥാനാർത്ഥിക്കും വേണ്ടി മിണ്ടാതെ സംസാരിക്കാതെ ഇരുന്നോളാം, അകത്ത് പൂട്ടി ഇരുന്നോളാം പറയാന്ന് പറഞ്ഞ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് തന്നെ ഒരു പേടിയുണ്ട്, ഇവരെ ഇറക്കിയാല് നാണക്കേടാവും എന്നുള്ളത്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്നോളാനായിട്ട് പറഞ്ഞിരിക്കുന്ന പോലെയാണ്. തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലെത്തി. ഇപ്പോൾ തിരുവനന്തപുരം ശാസ്തമംഗലം വാർഡിലെ BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖ മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഒരു പ്രതീക്ഷ? 100%. അത് ഉറപ്പ് ആദ്യം തൊട്ടേ എനിക്കുണ്ടായിരുന്നു. എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ച അന്ന് മുതൽ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. വളരെ എൻജോയ് ചെയ്താണ് ഞാൻ ഈ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ ജനങ്ങളുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് സിംപ്ലി അമേസിങ്. അവരെല്ലാവർക്കും എന്താണ്, ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് ആദ്യത്തെ ദിവസം തൊട്ടേ കാണുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ ഭയങ്കരമായിട്ട് റിസപ്ഷൻ, വളരെ നല്ല സ്വീകരണം, നല്ല 100% കൂടുതൽ, 101% വിജയപ്രതീക്ഷ. ഈ നഗരസഭ പിടിക്കും എന്ന് ഉറപ്പിക്കുമോ? നഗരസഭ ഉറപ്പായിട്ട് പിടിക്കും. കാരണം ജനം മടുത്തിട്ടുണ്ട്. ഈ 45 വർഷമായിട്ടുള്ള ഒരു ദുർഭരണം മടുത്തു. ആന്റി ഇൻകംബൻസി വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലപോലെ സീറ്റ് പിടിക്കും. 60-65 പോകാനൊക്കെ സാധ്യതയുണ്ടെന്നാണ്. ഈ പലയിടത്തെ മാം തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആര്യ രാജേന്ദ്രനെ പ്രചാരണത്തിനായിട്ട് പലയിടത്തും കണ്ടില്ല എന്നുള്ളൊരു കാര്യം. അത് പലയിടത്തല്ല, ഒരിടത്തും കണ്ടിട്ടില്ല, പുറത്തോട്ടിറക്കിയിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം. ഒരു പാർട്ടിയുടെ മേയറായിട്ടിരുന്ന ഒരാള് തല കാണിക്കാതെ, മുഖം കാണിക്കാതെ ഒരു സ്ഥാനാർത്ഥിക്കും വേണ്ടി മിണ്ടാതെ സംസാരിക്കാതെ ഇരുന്നോളാം, അകത്ത് പൂട്ടി ഇരുന്നോളാം പറയാന്ന് പറഞ്ഞ ചരിത്രത്തിൽ കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് തന്നെ ഒരു പേടിയുണ്ട്, ഇവരെ ഇറക്കിയാല് നാണക്കേടാവും എന്നുള്ളത്. അതുകൊണ്ട് വീട്ടിൽ ഇരുന്നോളാനായിട്ട് പറഞ്ഞിരിക്കുന്ന പോലെയാണ്. ഇപ്പൊ ഈ ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ഇറങ്ങുമ്പം അതെ, വളരെ പോസിറ്റീവ് റെസ്പോൺസ്, വളരെ നല്ല റെസ്പോൺസാണ്, സൂപ്പർ റെസ്പോൺസാണ്. ജനമെല്ലാം എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നു. അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ. ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെങ്കിൽ കോൺഗ്രസുകാരാണ് എന്ന് സ്വയം പറഞ്ഞു നടന്നവരിൽ നിന്ന് പോലും രഹസ്യമായിട്ട് അവിടെ ഭാര്യമാരെങ്കിലും എന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, ഞങ്ങളുടെ വോട്ട് തരാൻ കേട്ടോ, അങ്ങനെ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്താണ് രാഹുൽ മാങ്കുളത്തിന്റെ വിഷയമൊക്കെ ഉയർന്നു വന്നത്. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ പ്രതിഫലിക്കും? സംശയമൊന്നുമില്ല, ഒരു സംശയമില്ല. എല്ലാ വിഷയങ്ങളും, സ്വർണ്ണക്കൊള്ളയും ശബരിമല കൊള്ളയും ഇപ്പൊ നടക്കുന്ന കേസുകളും എല്ലാം പ്രതിഫലിക്കും. ക്യാമറ പേഴ്സൺ കണ്ണനോടൊപ്പം RB സനു, മീഡിയ 1.